പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ബംഗളൂരു എഫ്സിക്കെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ നിന്നും പുറത്തായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നലെ തോൽവിയോടൊപ്പം നിരാശപ്പെടുത്തിയൊരു വാർത്ത തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സോംകുമാറിന് പരിക്ക് പറ്റിയ ഒരു കാര്യം. 2ാം മിനിറ്റിലാണ് താരത്തിന് പരിക്ക് പറ്റിയത്. പിന്നീട് താരത്തെ സ്ട്രെച്ചറിലാണ് വെളിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരത്തിൻ്റെ പരിക്ക് എങ്ങനെയാണെന്നുള്ളത് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ അപ്ഡേറ്റ് വന്നതാണ്, താരത്തിന് ഇത്തിരി ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. താരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ആരാധകൻ മാർക്കസ് പുർഗുലാവോയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സോംകുമാറിൻ്റെ പരിക്ക് എങ്ങനെയാണ്, ഗുരുതരമാണോ പരിക്ക് എന്ന ചോദ്യമായിരുന്നു ആരാധകൻ മാർക്കസ് പുർഗുലാവോയോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്, അഥവാ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മാർക്കസ് അതിന് പറയുന്ന മറുപടി ഇപ്രകാരമാണ്. അദ്ദേഹത്തിന് 6 സ്റ്റിച്ചസ് ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. താരത്തിൻ്റെ പരിക്ക് ഇത്തിരി ഗുരുതരമാണെന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ താരം ഉടൻ കളിക്കളത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ താരത്തിന് കുറച്ച് നാളത്തെ റെസ്റ്റ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാലും സോംകുമാറിൻ്റെ പരിക്ക് ഇത്തിരി ഗുരുതരമാണ്. എന്നാലും ഇന്നലെ സോംകുമാർ പരിക്ക് പറ്റി പുറത്തു പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാലാഖ എന്നറിയപ്പെടുന്ന പകരക്കാരനായി സച്ചിൻ സുരേഷാണ് കളിക്കളത്തിലേക്ക് എത്തിയത്. മികച്ച പ്രകടനം തന്നെ സച്ചിൻ പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടും പുറത്തെടുത്തു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ ആ കാര്യത്തിൽ നമുക്ക് പ്രശംസിക്കാതെ വഴിയില്ല. കാരണം ഒരു ഗോൾ കീപ്പറിന് ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായാൽ അടുത്തൊരു മികച്ചൊരു ഗോൾ കീപ്പറിനെ ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ മുഖത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം എടുത്തു പരാമർശിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പരാജയപ്പെട്ടെന്നൊക്കെ ചില ആരാധകർ പറഞ്ഞേക്കാം. മത്സരമാകുമ്പോൾ ചില ടീമുകൾ നേരത്തെ ഗോൾ അടിച്ചെന്നൊക്കെ വരും. അത് ഗോൾ കീപ്പറിൻ്റെ തെറ്റല്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സോംകുമാറിൻ്റെ പരിക്ക് ഇത്തിരി ഗുരുതരമാണ്.